ഈ IPL-ലെ ഏറ്റവും മികച്ച ടീമും കൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് എല്ലാവരും മണ്ടിച്ച് പ്രഭ്സിമ്രാൻ സിംഗിനെയും ശശാങ്ക് സിംഗിനെയും മാത്രം വെച്ച് ഞങ്ങൾ പോണ്ടിങ്ങിനെ കോച്ചാക്കി കഴിഞ്ഞ പ്രാവശ്യത്തെ കപ്പടിച്ച ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ കൊണ്ടുവന്ന് മൈറ്റി ഓസീസിൻ്റെ മൈറ്റി കുട്ടികളെ, അതായത് ഗ്ലെൻ മാക്സ്വെല്ല്, സ്റ്റോയിനിസ്, ഇംഗ്ലീഷ്, ഇങ്ങനെ ഒരു കിടിലൻ ടീമായിട്ട് ഞങ്ങൾ വരുമ്പോൾ താങ്ങും നിങ്ങൾക്ക് താങ്ങാനേ നിങ്ങൾ ഈ പറയേണ്ട ആൾക്കാർക്കൊക്കെ ഒത്ത എതിരാളികളായിട്ട് ഞങ്ങളുടെ ടീമിൽ ആൾക്കാരുണ്ട് GT-ല്. ആകെ ഒരു ശുഭ്മൻ ഗില്ലും ബട്ട്ലറും പിന്നെ സായി സുദർശൻ സുദർശൻ കളിക്കാരനല്ല. പിന്നെ ഫ്ലൈയിങ് ഫിലിപ്സ് മൂപ്പരനെ പോരെ. നിങ്ങൾ ഏതെങ്കിലും ബോൾ അടുത്ത് കൂടെ പോവില്ല, ഫുൾ പറന്ന് പിടിക്കും. നിങ്ങൾക്ക് ഗ്ലെൻ ഫിലിപ്സ് നിങ്ങൾക്ക് ഗ്ലെൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗ്ലെൻ ഉണ്ട്. ഞങ്ങൾ ഗ്ലെന്നും ഞങ്ങൾക്ക് തോന്നുന്നു അത് RCB-ലാകുമ്പോ RCB പോയ എല്ലാവരും തൂറ്റും. ഇതങ്ങനല്ല, ഇത് ഇവിടെയാണ്. ഞങ്ങൾ സൂപ്പർ മൂപ്പരും ഭയങ്കര ഫോമിലാണ്. ന്യൂസിലാൻഡിന് വേണ്ടിയിട്ടൊക്കെ അടിപൊളിയായിട്ട് കളിച്ചു വരികയാണ്. പിന്നെ ബൗളിങ്ങിൽ ആരുള്ളത്? റാഷിദ് ഖാൻ. മൂപ്പരന്നെ മതിയല്ലോ. പിന്നെന്താ മിയാ സിറാജ്, പ്രസിദ്ധ കൃഷ്ണ, പിന്നെന്താ വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട് കറക്കി എറിയാൻ. എന്താ അതുപോലെ റബാദ. പിന്നെ ഓപ്പണിംഗിൽ നല്ല സിറാജും പ്രസിദ്ധ കൃഷ്ണ ഒക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറി ലൈനിൽ പന്ത് ഇങ്ങനെ പെറുക്കി കൊണ്ടുവരാൻ കൂടുതൽ ആൾക്കാരെ എത്തിക്കാൻ ഇറങ്ങി അടിച്ച് തീരുമാനാക്കി 4 ഓവറിൽ നിങ്ങളെ തീരുമാനാക്കും റാഷിദ് ഖാന്. അതന്നെ മതി. ഒരു നിങ്ങൾക്ക് ഇവിടെ ശശാങ്ക് സിംഗ് ഉണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ മൂപ്പരെ കളികൾ കണ്ടിട്ടില്ല. മൂപ്പരെ കൂട്ടാളി അശുതോഷ് ഇപ്പൊ അപ്പുറത്ത് പോയിട്ട് അതേ കളി അതിനേക്കാളി എത്തിക്കാരം ഇവിടെ കഴിഞ്ഞ ഉണ്ടായത് നോക്കണ്ട. ഞങ്ങള് മാത്രല്ല അതിന് മുമ്പത്തെ കൊല്ലങ്ങളിലൊക്കെ എന്തുണ്ടായി ഞങ്ങളിങ്ങനെ ശ്രമിക്കും. ഇപ്രാവശ്യം മണം കിട്ടിക്കണം. ഇങ്ങക്ക് ഇപ്പൊ ഒരു കപ്പല്ലേ കിട്ടിയിട്ടുള്ളൂ. അതുപോലെ കപ്പാണുള്ളത്. നിങ്ങളിപ്പോ ഈ അടുത്ത കാലത്ത് വന്ന ഒരു കപ്പ് കിട്ടി, സമ്മതിച്ചു. ടീമല്ലേ എന്നിട്ട് കപ്പ് പോയി. ആ കപ്പ് തന്ന ക്യാപ്റ്റൻ പോയി. അയാൾ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. പ്രിൻസ് മതിയല്ലോ. പ്രിൻസ് ഇന്ത്യൻ ടീമിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് കണ്ട് ക്യാപ്റ്റൻസി ഉഷാറാക്കി ചെയ്യും. ഇവിടെ ശ്രേയസ് അയ്യർ ഞങ്ങളെ ക്യാപ്റ്റൻ. അതിനേക്കാളും മേലുള്ള ക്യാപ്റ്റൻ ഒന്നും അല്ലല്ലോ ഈ പ്രിൻസ്. കഴിഞ്ഞ പ്രാവശ്യം കപ്പെടുത്ത ക്യാപ്റ്റൻ ആയിക്കോട്ടെ. അത് കൊൽക്കത്തയിൽ വെച്ച് കണ്ടില്ലേ, അത് നോക്കണ്ട. ഇവിടെ പോണ്ടിങ് ആണ് ഞങ്ങളെ കോച്ചേ. പോണ്ടിങ്ങും പ്രിൻസ് അല്ല, എന്താണ് ഞങ്ങളെ പ്രിൻസ്. ഞങ്ങൾ കൂട്ടില്ല. ശ്രേയസ് അയ്യരും കൂടി ചേർന്നാ പിന്നെ എത്തി. ഞങ്ങൾക്ക് നെഹ്റില്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെ ബൗണ്ടറിന്റെ ലൈനിൽ ചുറ്റും നടന്നിങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. പോണ്ടിങ് അടങ്ങാൻ നഖം കടിച്ചിരിക്കാനല്ലേ, ഒന്നും ചെയ്യൂല. പോണ്ടിങ് ഒക്കെ മൈറ്റി ഓസീസിന്റെ ആളാണ്. നിങ്ങള് എല്ലാവർക്കും ഒരു പറച്ചിലുണ്ട്. നിങ്ങൾ മിനി ഓസ്ട്രേലിയക്കാരെ ഫുള്ള് ഇങ്ങോട്ട് ആണല്ലോ, നിങ്ങളതിൽ പെടും. പറഞ്ഞു വന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഇന്ത്യൻ പ്രീമിയർ ലീഗ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ത്യക്കാരെ വെച്ചാണ് കളിക്കണം. അതിനുള്ള ആൾക്കാർ ഓസ്ട്രേലിയക്കാരെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ കളിച്ചു. ഞങ്ങളിപ്പോ പ്ലേയിങ് ലെവലിൽ ഇപ്പൊ ആകെ 3 ഓസ്ട്രേലിയക്കാരെ ഇറക്കുള്ളൂ. അതൊക്കെ യെൻസൺ ഉണ്ട്, മാർക്കോ യെൻസൺ, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. ആയിക്കോട്ടെ, ഈ എജ്ജാതി ഓൾറൗണ്ടറാണ്. ഈ തരത്തിലുള്ള ഓരോ എടുക്കാണ്ട് നിങ്ങളെ ഓൾറൗണ്ടറൊക്കെ ആരാ? ഇങ്ങനെ ഒരു പേര് ഷാരൂഖ് പേരിനുള്ളൂ. ഷാറുഖ് ആ പേരിനെ മതി. ആ പേരെന്നെ ടീമിൽ എടുക്കുന്നത് എനിക്കത് അറിയാത്തത്. എന്ത് കണ്ടിട്ട് എടുക്കുന്നതാണത്? മൂപ്പർക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പുറത്തേക്ക് കൊല്ലങ്ങളായി പ്രശ്നമാണ്. അതൊന്നും നോക്കണ്ട. പേരുകൊണ്ട് ഞങ്ങളെ ചെക്കന്മാരെന്ന് പറഞ്ഞാല് ആ കറക്റ്റ് ആയിട്ടുള്ള പ്ലാനറിന്റെ പ്ലാൻ അനുസരിച്ച് എന്നിട്ട് നോക്കേണ്ട ഇന്നത്തെ വിജയം ഞങ്ങൾക്കുള്ളതാണ്. ഒക്കെ നിങ്ങൾക്ക് തോന്നലാണ് ഈ IPL-ലെ ഏറ്റവും നല്ല ടീം PBKs ആണ്. ഞങ്ങൾ ഈ പ്രാവശ്യം കപ്പേറ്റേ പോവുള്ളൂ.